ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ പലതരം ഫ്രൂട്ട്സാണ്. ഇപ്പോൾ ഞാനുള്ളത് പാലക്കാടാണ്. കണ്ട റിസോർട്ട് പോലെ ഇരിക്കും. ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ല റിസോർട്ട് പോലെ ഇരിക്കും. പക്ഷെ ആക്ച്വലി ഞങ്ങളുടെ വീടാണിത്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ പല വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ ഒരു കാടിൻ്റെ നടുവിലൊരു വീട് കൊണ്ടുവച്ച പോലെയാണ്. അപ്പോൾ ഇവിടെ ചുറ്റും ഇങ്ങനെ കാട് പോലെ റബ്ബറും പിന്നെ ബാംബൂസും അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോണത് വൈറ്റ് ജാമുനാണ്. നിങ്ങളെല്ലാവരും പർപ്പിൾ ജാമുനല്ല കണ്ടേക്കുന്നത്. അപ്പോൾ ഇതാണ് വൈറ്റ് ജാമുൻ, വെള്ള ഞാവൽ. അപ്പോൾ ഇതിനാണ് നമ്മൾ പോണത്. അത് അവിടെ ആയിട്ടാണ് നമുക്ക് പോവാം. ഇതാണ് വൈറ്റ് ജാമുൻ. ഞാൻ ഒന്ന് പറിച്ച് കാണിച്ചു തരാം, നല്ല പഴുത്തത്. ഇതാണ് വൈറ്റ് ജാമുൻ, വെള്ള ഞാവൽ എന്ന് പറയും. ദേ ഇങ്ങനെ ഇരിക്കും. ഇത് കഴിക്കാനും നമ്മുടെ നല്ല പർപ്പിൾ കളർ ജാമുൻ്റെ അതേ ടേസ്റ്റ് ഒക്കെ തന്നെയാണ്. കളർ വ്യത്യാസമുണ്ട്. ഇതൊരു പ്രത്യേക ടൈപ്പ് സാധനമാണ്. ഇതൊരു കൊല പോലെ ഇവിടെ നിൽക്കുന്നുണ്ട്. അത് പഴുക്കാത്തതാണ് കേട്ടോ, ഈ ഗ്രീനൊക്കെ. നമുക്ക് കഴിച്ചു നോക്കാം. നല്ല മധുരമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പച്ച ആണെന്നുണ്ടെങ്കിൽ നല്ല പുളിയായിരിക്കും, പക്ഷെ മധുരം ഈ വെള്ള കളറിന് ഭയങ്കര സ്വീറ്റാട്ടോ, ഭയങ്കര സ്വീറ്റാണ്. നെക്സ്റ്റ് നമുക്ക് ഒരു മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫ്രൂട്ടാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതൊരെണ്ണം കഴിച്ചിട്ട്, ഇപ്പോൾ ഇതിൽ കായില്ല കേട്ടോ. കായ ഞാൻ കാണിച്ചു തരാം, വീട്ടിലിരിപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിലിപ്പോൾ കായില്ല. അപ്പോൾ ഇത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലെമൺ എടുത്ത് കഴിച്ചു നോക്കിയാലും അതിന് സൂപ്പർ മധുരമായിരിക്കും, നല്ല മധുരമായിരിക്കും. അപ്പോൾ ഇത് ഒന്ന് കഴിച്ചിട്ട് ലെമൺ വെറുതെ കഴിച്ചാൽ പോലും അത്രയ്ക്ക് മധുരമായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. ഇപ്പം ഇത് പണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും മിക്കവാറും. ഇതാണ് അരിനെല്ലിക്ക, കുഞ്ഞു നെല്ലിക്ക കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അരിനെല്ലിക്ക. ഇത് എന്ന് വെച്ചാൽ ഒരു നെല്ലിക്കയുടെ മിനി വേർഷൻ എന്ന് പറയാം. ഇത് ഒരു വലിയ മരമാണ്. ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ക്യാമറയിൽ കാണാത്ത തന്നെയാണ്. താഴെ കുറേ വീണൊക്കെ കിടക്കുന്നുണ്ട്. പകുതി ചീഞ്ഞതെന്ന് മാത്രം. അത് പഴുത്തത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. വീട്ടിലുണ്ട്, അത് ഞാൻ പോയിട്ട് കാണിച്ചു തരാം. നെക്സ്റ്റ് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഇത് പേരയ്ക്കാണ് ഇപ്പോൾ കാണിക്കാൻ പോണത്. ബട്ട് ഇത് ഭയങ്കര സ്പെഷ്യലാണ്, നല്ല മധുരം. നമ്മുടെ നാടൻ പേരയ്ക്കാണെങ്കിൽ പോലും നല്ല മധുരമാണ് ഗൈസ്. അപ്പോൾ ഇന്നലെയാണ് നമ്മൾ മറ്റേ വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ അരിനെല്ലിക്കയുടെ അത് പേരയ്ക്കയുടെ അത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര മഴ വന്നു, ഞങ്ങളൊക്കെ നനഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ അടുത്ത ദിവസം കേട്ടോ. അപ്പോൾ നമുക്കിനി വേറെ അടുത്ത ഫ്രൂട്ടിലേക്ക് പോവാം ഗൈസ്. അപ്പോൾ ഇതാണ് മൾബറി. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഫുള്ളുണ്ടായേക്കാണ്. ഈ ബ്ലാക്ക് കളർ ആയതാണ്, ഇതൊരു ബ്ലാക്ക് കളർ ആയതാണ് പഴുത്തത് കേട്ടോ. അപ്പോൾ ഇത് ഡയബറ്റീസിനും ഡൈജഷനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇത് ഇന്നലെ മഴ പെയ്ത് കാരണം നല്ല ഫ്രഷ് കേട്ടോ. ഞാൻ നല്ല മധുരമുള്ളതാണ് പറിച്ചത്. പിന്നെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ട്, ഒരു വൈറ്റും ഈ റെഡൊക്കെ ഉള്ളത്. ഇത് പഴുക്കാത്തതാട്ടോ, ഇതൊക്കെ പഴുത്തതാണ്. അപ്പോൾ അവിടെയൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. ഇതൊക്കെ കണ്ടോ, ഇതാണ് ഏറ്റവും പഴുത്തത് കണ്ടോ, ഏറ്റവും വലുതും ബ്ലാക്കും ആയിട്ടുള്ളത്. ഇത് നമ്മളിങ്ങനെ തൊട്ട് നമ്മുടെ കയ്യിലൊക്കെ ഇതേപോലെ കളറൊക്കെ ആവും കേട്ടോ. അതിന് ഭയങ്കര കളറാ, നല്ല മധുരം ഗൈസ്. ഇത് റംബൂട്ടാനാണ്. റംബൂട്ടാൻ പിന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ ഇതേത് മഞ്ഞയാണോ റെഡാണോ? റെഡ്. ഇത് റെഡാണ്, മഞ്ഞയുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതിപ്പോൾ പഴുക്കണേ ഉള്ളൂ. അപ്പോൾ പഴുത്ത നല്ല മധുരമായിരിക്കും, നല്ല ജ്യൂസി ആയിരിക്കും. ഇതിന് മുമ്പ് പഴുത്തപ്പോൾ ഞങ്ങൾ കഴിച്ച് നോക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട്, നമുക്ക് ആ സ്ഥലത്തേക്ക് പോവാം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് വേറൊരു ടൈപ്പ് പേരയ്ക്ക കേട്ടോ. ഇതിൻ്റെ പേരാണ് മണിപ്പേരാന്ന് പറയും. അപ്പോൾ അതിന് ഇംഗ്ലീഷ് നെയിം എന്താണെന്ന് എനിക്കറിയില്ല. ഇത് ചെറിയ ചെറിയ പേരയ്ക്കാണ്, പക്ഷെ കുറച്ചുകൂടെ വലുതാവും. അപ്പോൾ അതിങ്ങനെ കുറേ ഉണ്ടാവും കേട്ടോ. ഇത് നമ്മുടെ സാധാ ഗുവാവ പോലെ തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിലും സെയിം ആണ്, പക്ഷെ കുഞ്ഞിതായിട്ടിരിക്കണതാണ് മെയിൻ ഹൈലൈറ്റ്. കുറേ ഉണ്ടാവും കേട്ടോ, അത് കുറേ ഉണ്ടാവും. അപ്പോൾ നല്ല പുളിയായിരിക്കും. ഇതിന് പുളിയൊക്കെ ഉണ്ടാവും, ബട്ട്
ഇത്തിരി മധുരമൊക്കെ ഉണ്ടാവും, ഒരു നോർമൽ ഇതിലായിരിക്കും ഗൈസ്. അപ്പോൾ ഇതാണ് സ്ട്രോബെറി പേരാന്ന് പറയും. ഇതിൽ ഇപ്പോൾ കായുണ്ട്, ബട്ട് അത് മൊത്തത്തിൽ ഉണങ്ങിയതാണ്, ഫുള്ള് അത് ചൂട് കാരണം ഉണങ്ങിപ്പോയതാണ്. പിന്നെ ഉണ്ട് ഗൈസ്, ഇത് കണ്ടോ, ഇവിടെ ഉണ്ട് കായുണ്ട്, പക്ഷെ കാണാമോ എന്നറിയില്ല. കണ്ടോ, ഇവിടെ ഉണ്ട് ചെറുതായിട്ട്. ഇതേപോലെ ഇരിക്കും, പക്ഷെ കുറച്ചുകൂടെ വലുതാവും സാധനം. ഇപ്പം ഇത് വലുതാവുന്നേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ എന്താ നല്ല ഡാർക്ക് ഒരു റെഡ് കളറായിരിക്കും. കുരുവൊക്കെ നല്ല വലുതാണ്, പക്ഷെ കുഞ്ഞി പേരയ്ക്കാണ്. അതിൻ്റെ ഉണങ്ങിയ വേർഷനാണ് ദേ ഇരിക്കുന്നത്, അത് ഉണങ്ങിയത്. അപ്പോൾ ഇതാണ് സ്ട്രോബെറി പേരയ്ക്ക. ഇത് നമുക്ക് അടുത്ത സ്ഥലത്ത് ഗൈസ്. ഇത് എന്ന് വെച്ചാൽ 365 ഡേയ്സും ചാമ്പയ്ക്ക ഉണ്ടാവുന്ന ഒരു മരമാണിത്. ഒരു ചാമ്പയ്ക്ക ഉണ്ടായാൽ അത് പറിച്ചാൽ അടുത്ത ചാമ്പയ്ക്ക ഉണ്ടാവും. അങ്ങനെ എപ്പോഴും ഇങ്ങനെ ചാമ്പയ്ക്ക ഉള്ള ഒരു മരമാണ്. പക്ഷേ ഈ മരം ഇപ്പോൾ കുറേ നാളായി, ഇത് എത്ര വർഷങ്ങളായി ഇത് വെച്ചിട്ട്. അപ്പം അത് കാരണം ഇതെന്തോ കേടാവാറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വെറൈറ്റി സാധനത്തിലേക്ക് പോകാം. ഇതിൽ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ളത് ഞാൻ ഇതിനാണ്. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ ഒരു മുന്തിരിങ്ങയാണ് കേട്ടോ. നോക്കി, അത് പഴുക്കുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. അത് പച്ചമുന്തിരിങ്ങയാന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. അതിപ്പോൾ വലുതാവോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതാണ് മുന്തിരിങ്ങയാണ് എന്തായാലും. ഇതിങ്ങനെ ഒരു വള്ളിയായിട്ട് പടർത്തി വിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ നമുക്കിനി വേറൊരു സാധനമുണ്ട്, ചാമ്പയ്ക്കയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. പോവാം. സോ ഗൈസ്, അപ്പോൾ ഇത് സീതാഫലമാണ്. അപ്പോൾ ഇതിൽ ചിലതൊക്കെ കരിഞ്ഞു പോകുന്നുണ്ടെങ്കിലും മറ്റേതൊക്കെ ഇത് കുഞ്ഞിനാണ് ഗൈസ്. അതത്ര വലുതൊന്നും ആവണില്ല, ഇത്ര തന്നെ വലുതാവുന്നുള്ളൂ. ഇതിന് അതിലും അധികം വലുതാവുന്നില്ല. ഇപ്പം ഉണ്ടായി വരുന്നതൊക്കെ ഈ സൈഡിലും ഉണ്ട്, ഇവിടെയുണ്ട്. പിന്നെ ഏറ്റവും കുഞ്ഞിത് അവിടെയുണ്ട്. അപ്പോൾ കുറേ ഉണ്ട്, ബട്ട് പകുതിയും കരിഞ്ഞു പോയി. അതെന്താണെന്നറിയില്ല, ചൂടുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല. ചാമ്പയ്ക്കയുടെ വെറൈറ്റി എന്ന് പറഞ്ഞത് അത് ആക്ച്വലി അടുത്തത് കാണിക്കാം കേട്ടോ. അപ്പോഴാണ് ഇത് കണ്ടത്. ഞാനപ്പോൾ ഇത് നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് തായ്ലൻഡ് ചാമ്പ. ഇത് ചാമ്പയ്ക്കയുടെ തന്നെ വേറെ വെറൈറ്റി ആണെന്നും പറയാം. പിന്നെ ചാമ്പയ്ക്കേക്കാളും കുറച്ചുകൂടെ വലുതുമാണ്. ഇത് പഴുക്കാത്തതൊക്കെ കേട്ടോ. ഇത് നല്ല പിങ്ക്, ഇതേപോലെ പിങ്ക് ആയതാണ് പഴുത്തത്. മുകളിലൊക്കെ ഉണ്ട് കേട്ടോ, അത് പറിക്കണം ഇനിയിപ്പം, അല്ലെങ്കിൽ വല്ല വവ്വാലും കൊത്തി അത് ഫുൾ താഴ്ത്തുണ്ട്. ഇതേപോലെ കുറേ എണ്ണം ചപ്പിളിച്ചിട്ടിട്ടുണ്ട്. താഴെയൊക്കെ ഉണ്ട് കേട്ടോ, കുറേ എണ്ണമൊക്കെ താഴെ വീണ് പോയി. അത് ഓവർ പഴുത്തിട്ടാന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. അവിടുത്തെയൊക്കെ നമുക്ക് പറിക്കാൻ നോക്കാം. അമ്മയ്ക്കെത്തും, എനിക്കെത്തില്ല. മുകളിലാണ്. നമുക്കപ്പോൾ അടുത്തതിലേക്ക് പോവാം. കഴിച്ച നമുക്കാകെ 3 കിട്ടിയുള്ളൂ, ബാക്കിയൊക്കെ പഴുക്കണേ ഉള്ളൂ. പിന്നെ മഴയത്ത് പകുതിയും താഴെ വീണ് പോയി. പിന്നെ കുറച്ചൊക്കെ വവ്വാലും കൊത്തി താഴെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ ഇന്നലെ വന്ന പേരക്കയുടെ അവിടെ തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഓരോ ലെയേഴ്സ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ താഴത്തെ ലെയർ, അതിനടിയിൽ കുളത്തിൻ്റെ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്തായാലും ചെക്ക് ചെയ്യണം കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വേറെ ലെയർ ഉണ്ട്. അങ്ങനെ മുകളിലേക്ക് കുറേ ലെയേഴ്സ് ഉണ്ട്. അതിലൊക്കെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളുണ്ട്, പക്ഷെ അതിലൊന്നും കായില്ല കേട്ടോ. കായ വരുമ്പോൾ ഒരു ഫുൾ വീഡിയോ ആയിട്ട് വേറെ അടുത്ത കായ വരുമ്പോൾ ഞാൻ ഇടുന്നതാണ്. നമുക്ക് വേറെ അടുത്തതിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ കുറേ ടൈപ്പ് ഓഫ് മാങ്ങയൊക്കെ ഉണ്ട്, ബട്ട് ഞാനത് വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. മാങ്ങ പറിക്കാൻ പോകുന്നൊരു വീഡിയോ ഉണ്ട്. അത് മുകളിലേക്ക് കയറുന്ന ഒരു സ്റ്റെപ്പ് അങ്ങോട്ടുണ്ട് കേട്ടോ. ഇനിയും മുകളിലേക്കും താഴേക്കും സൈഡിലേക്കും ഒക്കെ കാടാണ്. അപ്പോൾ അതൊക്കെ വെട്ടി ഞങ്ങളിങ്ങനെ ഓരോ ഫ്രൂട്ട്സൊക്കെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ താഴേക്ക് ഇത് ബാംബൂസൊക്കെയാണ്. അവിടെ അമ്പഴങ്ങ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിന് ഇംഗ്ലീഷ് നെയിം എനിക്കറിയില്ല. എന്തായാലും നമുക്കത് കാണാൻ പോകാം. പക്ഷെ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല, ഞാൻ അവിടെ ഒന്ന് കാണിച്ചു തരാം. അതാണ് അമ്പഴങ്ങ. അതിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, അവിടെ ഫുൾ ഇത് കാടൊക്കെയാണ്. അത് ഇങ്ങനെ ഇറങ്ങിയാൽ നമ്മൾ സ്ലോപ്പായിട്ട് അങ്ങോട്ട് വീഴും. അപ്പോൾ ഇതിനെ വീട്ടിൽ പറിച്ച് വെച്ചിട്ടുണ്ട്, ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അമ്പഴങ്ങ ഇത് പഴുത്താൽ ഒരു ചെറിയ ഇതൊക്കെ ഈ അമ്പഴങ്ങ ഇതിന് അച്ചാറൊക്കെ ഇടാൻ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ വീട്ടിലിരിപ്പുണ്ട് അച്ചാറൊക്കെ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. സോ ഗായ്സ്, അപ്പോൾ ഇത്ര ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടിലുള്ളൂ. കുറേ ഉണ്ട് എന്ന് വെച്ചാൽ കുറേ ഉണ്ട് ഫ്രൂട്ട്സ്, ബട്ട് അതൊന്നും കായ്ച്ചിട്ടില്ല. അത് കായ്ക്കുമ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടും. അപ്പോൾ ഇതിങ്ങനെ പോയാൽ ഒരു വഴിയായിട്ടുണ്ട്. അങ്ങോട്ട് പോയിട്ട് ഇത്തിരി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് അങ്ങനെയൊക്കെ പോയാൽ ഒരു പുഴയുണ്ട്, അങ്ങോട്ടൊരു കല്ലൊക്കെ ഉണ്ട്. അതൊക്കെ നല്ലൊരു അഡ്വഞ്ചറസ് നല്ലൊരു സാധനമൊക്കെയാണ്.
അപ്പോൾ ഇവിടെ കൂടുതലും ബാംബൂസും വാഴയൊക്കെ ഉണ്ട്. അതിൽ പഴമുണ്ട്, ബട്ട് അത് പഴുത്തിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ അരക്കനട്ടുണ്ട്, കവുങ്ങ്. ഇപ്പം ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ അങ്ങോട്ടൊക്കെ പോയാൽ നല്ല അടിപൊളി വ്യൂസാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല, അതൊക്കെ ഒരു വേറെ വീഡിയോസായിട്ട് ഞങ്ങൾ ഇടും. അപ്പോൾ ഇപ്പോൾ കുറേ ഫ്ലവേഴ്സൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പോയാലൊക്കെ റോഡൊക്കെ ഉള്ളൂ. തൊട്ടപ്പുറത്ത് റോഡല്ല, ഇങ്ങനെ നടന്നു പോയാലുള്ളൊരു വീടുണ്ട് അവിടെ. അപ്പോൾ ഇത് പണ്ട് ഇവിടേക്ക് റബ്ബറൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ വെട്ടി. അപ്പോൾ എന്നിട്ട് അതിൽ ബാംബൂസൊക്കെ വെച്ചു. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സൊക്കെ വെച്ചത് എൻ്റെ അങ്കിളാണ്, അങ്കിൾ സന്തോഷാണ്. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സൊക്കെ വെച്ചു. പിന്നെ കുറേ എൻ്റെ അപ്പൂപ്പൻ വെച്ചാൽ എൻ്റെ മുത്തശ്ശൻ കുറേ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വെള്ളം ഒഴിച്ച് ഇതൊക്കെ വളർത്തിയത് എൻ്റെ അമ്മൂമ്മയാണ്. അപ്പോൾ എൻ്റെ ശരിക്കുള്ള വീട് പെരുമ്പാവൂർ എറണാകുളത്താണ് കേട്ടോ. അപ്പോൾ ഇതപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതേപോലത്തെ ഒരു വീഡിയോ കൂടി ആയിട്ട് ഞാൻ ഇനിയും വരും. ബൈ.